വാഷിംഗ്ടണിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് നടന്ന ചടങ്ങോടെ ഇസ്രായേലും ലെബനോനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ കരാർ പ്രകാരം സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ലെബനനിൽ നിന്നും പൂർണ്ണമായി ഒഴിപ്പിക്കുവാനും തകർന്നടിഞ്ഞ തെക്കൻ ലെബനന്റെ നിയന്ത്രണം ലെബനീസ് ഔദ്യോഗിക സൈന്യത്തിന് കൈമാറാനുമുള്ള പദ്ധതിക്കായാണ് രൂപം നൽകിയിരിക്കുന്നത്. കരാർ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുവാൻ യുഎസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക മിലിറ്ററി കോർഡിനേഷൻ ഗ്രൂപ്പ് രൂപീകരിക്കുമെന്നും ലബനന്റെ പുനർനിർമ്മാണത്തിനായി അമേരിക്ക $100 മില്യൺ അടിയന്തര സഹായം നൽകുമെന്നും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഈ പുതിയ നയതന്ത്ര നീക്കം ഇസ്രായേലിന് വലിയൊരു വിജയമാണെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ സന്ദേശത്തിലൂടെ അവകാശപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാകുന്നതുവരെ തെക്കൻ ലബനനിലെ തന്ത്രപ്രധാനമായ സുരക്ഷാ മേഖലയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ സാന്നിധ്യം തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ലബനീസ് അതിർത്തിയിലെ 2 മേഖലകളെ പൈലറ്റ് സോണുകൾ ആയി പ്രഖ്യാപിച്ച് അവിടെയുള്ള ഹിസ്ബുള്ള താവളങ്ങൾ നീക്കം ചെയ്യുവാനും പകരം ലബനൻ സൈന്യത്തെ വിന്യസിക്കുവാനും ഇസ്രായേൽ പ്രതിരോധ സേന സമ്മതം മൂളിയിട്ടുണ്ട്. പരമാധികാരം തിരിച്ചുപിടിക്കുവാനുള്ള ലബനന്റെ ആദ്യ ചുവടുവെപ്പാണിതെന്ന് ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും പ്രതികരിച്ചു. അതേസമയം വാഷിംഗ്ടണിൽ ഒപ്പുവെച്ച ഈ കരാറിനെ തള്ളിപ്പറഞ്ഞ് ഹിസ്ബുള്ള രംഗത്തെത്തിയത് മേഖലയിൽ വീണ്ടും ആശങ്ക പടർത്തുന്നു. തങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഈ സമാധാന കരാർ ലബനനെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നാണ് ഹിസ്ബുള്ള വക്താവ് ഹസ്റ്റൻ ഫദല്ല മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബെയ്റൂട്ടിന്റെ തെരുവുകളിൽ ഹിസ്ബുള്ള അനുകൂലികൾ മോട്ടോർ ബൈക്കുകളിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും റോഡുകൾ ഉപരോധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ തുടരുന്ന കടുത്ത യുദ്ധത്തിൽ ലബനനിൽ 4000-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഹിസ്ബുള്ളയുടെ എതിർപ്പ് മറികടന്ന് ഈ സമാധാന കരാർ എത്രത്തോളം പ്രായോഗികമാകുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.